വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ കാണുവാൻ സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളുടെ ബൈബിൾ ബുക്സിലൂടെയുള്ളതായ ആ യാത്രയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം 1 ശമൂവേൽ എന്ന് പറയുന്നതായ പുസ്തകമാണ്. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ശമൂവേൽ എന്ന ഒരു ദൈവഭക്തനെ ദൈവം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. ഒരു രാജാവില്ലാതിരുന്ന രാജ്യത്ത് ഒരു രാജാവിനെ ആക്കുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഒരു അഭിഷിക്തനാണ് ശമൂവേൽ എന്ന് പറയുന്നത്. ശമൂവേലിൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളൊക്കെ നമ്മൾ പ്രസംഗങ്ങളിൽ കൂടെ കേട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചരിത്രപരമായിട്ട് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാറില്ല. നമ്മൾ നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയുണ്ടായി. ഇസ്രയേൽ ആരംഭിക്കുന്നത് അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിൽ നിന്നും ഉത്ഭവിച്ച 12 ഗോത്രങ്ങളിൽ നിന്നാണല്ലോ. എന്നാൽ ആ 12 ഗോത്രങ്ങൾ അധികം താമസിയാതെ തന്നെ മിസ്രൈമിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ ഊഴിയവേലയിലായി വളരെ കഷ്ടപ്പെടുന്നു. ജനം പെറ്റുപെരുകുന്നു. അവിടെ ഒരു ജാതിയായിട്ട് തീരുന്നു. ദൈവത്തിൻ്റെ ജനം ആയ ഒരു ജാതിയായിട്ട് അവർ അവിടെ രൂപാന്തരപ്പെടുന്നു. എന്നാൽ അവിടെ നിന്നും ഈജിപ്തിൽ നിന്നും കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതായ ഈ വാഗ്ദത്ത ദേശമായ ഇസ്രയേലിലേക്ക് അഥവാ കനാൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവരുവാൻ തന്നെ ഏകദേശം 40 വർഷങ്ങൾ എടുത്തു. മോശയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമിയിൽ കൂടെ 40 വർഷം അവർക്ക് ആവശ്യമായ ദൈവവചനങ്ങൾ, നിയമങ്ങൾ, ന്യായപ്രമാണങ്ങൾ, വ്യവസ്ഥകൾ, യാഗങ്ങൾ, അതിൻ്റെ പ്രമാണങ്ങളൊക്കെ കൊടുത്ത് അവരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. എന്നാൽ അതിനുശേഷമായിട്ട് യോശുവയുടെ ലീഡർഷിപ്പിൽ അവർ യോർദാൻ നദി പിളർന്ന് ഇതാ കനാൻ ദേശത്തേക്ക് കടന്നു വരുന്നു. രാജ്യങ്ങൾ പിടിച്ചടക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ അവർ എല്ലാ ജാതികളെയും ആ ദേശത്ത് നിന്ന് മാറ്റാഞ്ഞതിനാൽ അവർക്ക് വലിയ വലിയ എതിർപ്പുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 12 ഗോത്രങ്ങൾ ഈ രാജ്യം പിടിച്ചെടുത്ത് അവിടെ ഒരു ഇസ്രായേൽ രാജ്യമായിട്ട് രൂപപ്പെടുത്തിയെങ്കിൽ തന്നെയും അവർക്കൊരു രാജാവില്ലായിരുന്നു. ദൈവം നടത്തുന്നതായ രീതിയിൽ അവർ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചതായ ശക്തരായ ആൾക്കാരാണ് ഈ ന്യായപാലകന്മാർ എന്ന് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ന്യായപാലകന്മാർ. അങ്ങനെ ദൈവം അതാത് സമയങ്ങളിൽ ഇസ്രായേൽ ജനത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചതായ ശക്തന്മാരായ ആൾക്കാരാണ് ഈ ന്യായപാലകന്മാർ അല്ലെങ്കിൽ ന്യായാധിപന്മാർ. അതിനോട് ചേർന്നാണ് ആ സമയത്ത് നടന്ന സംഭവമാണ് നമ്മൾ രൂത്തിൻ്റെ സ്റ്റോറിയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ രൂത്ത് എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ കാലത്ത്, ദർശനമില്ലാതിരുന്ന കാലത്ത്, ജനങ്ങളെല്ലാം തോന്നിയതുപോലെ വസിച്ചിരുന്നതായ ഒരു കാലത്താണ് രൂത്തും ജീവിച്ചിരുന്നത്. അവിടെ അവളുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായല്ലോ. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ശമൂവേലിൻ്റെ പുസ്തകമാണ്. ശമൂവേലിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ ഉള്ളതായ ബൈബിളിൽ അത് ഒരു പുസ്തകമാണ് ശമൂവേൽ 1ഉം 2ഉം എന്ന് നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ മറ്റ് ചില പരിഭാഷകളിൽ ഈ ശമൂവേലിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ പുസ്തകം എന്നും രാജ്യങ്ങളുടെ പുസ്തകം എന്നും നാമകരണം അതിനെ ചെയ്തിട്ടുള്ളതായി നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ദൈവം ഈ ശമൂവേലിൻ്റെ ജനനത്തിങ്കൽ സഹായിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ശമൂവേലിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി, ഇസ്രായേലിനെ ഒരു രാജഭരണത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ശമൂവേലിനെ എങ്ങനെയാണ് ദൈവം ഉപയോഗിച്ചത് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ശമൂവേലിൻ്റെ സമയത്തും ശമൂവേൽ ജനിക്കുന്നതായ സമയത്തും ദർശനമില്ലാതെ ന്യായാധിപന്മാരുടെ സമയം ആയിരുന്നു. ആ സമയത്ത് ശമൂവേലിൻ്റെ സമയത്ത് ന്യായാധിപനായിട്ട് സേവനം ചെയ്തിരുന്നത് ഈ ഏലി എന്നുള്ളതായ ഒരു പുരോഹിതനായിരുന്നു. അത് ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താൻ പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ രാജ്യത്തെ ന്യായാധിപനായി കൂടെ സേവനം ചെയ്യുന്നു. അവിടെ ദർശനമില്ലായിരുന്നു. വചനം വളരെ ദുർലഭമായിരുന്നു. ജനങ്ങളൊക്കെ തോന്നിയതുപോലെ നടക്കുന്നതായ ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഈ ശമൂവേലിൻ്റെ ജനനം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ഒരു തികഞ്ഞ ദൈവഭക്തനായിട്ട് വളർന്നു വരുവാൻ തക്കവണ്ണം മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവനായി വളർന്നു വന്ന് ദൈവത്തിൻ്റെ കൈകളിൽ ഇണങ്ങി ആയുധമായി തീർന്ന ഒരു ദൈവഭക്തനാണ് ഈ ശമൂവേൽ എന്ന് പറയുന്നത്. അവൻ്റെ ഈ ജനനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ തന്നെ അത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് അവൻ്റെ കുടുംബത്തിൻ്റെ ആ ചരിത്രം ആരംഭിക്കുന്നത്. നമ്മൾ ഈ പുസ്തകമെന്ന് പറയുന്നത് 31 അധ്യായങ്ങളുണ്ട്. എന്നാൽ നമ്മൾക്ക് അധിക സമയം ചിലവാക്കുവാനില്ലാത്തതിനാൽ വളരെ വേഗം ഇന്ന് ഏകദേശം ഒരു 10 അധ്യായം കവർ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ ഈ ശമൂവേലിൻ്റെ അപ്പൻ്റെ പേര് എൽക്കാന എന്നുള്ളതായ ഒരു മനുഷ്യനാണ്. അവന് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് 1-ൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്നതിനും ഒക്കെയുള്ളതായ അവകാശമുണ്ടായിരുന്നതിനാൽ ഇവിടെ 2 ഭാര്യമാർ അവന് ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. ഒരുത്തേക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും ആയിരുന്നു പേര്. പെനീന എന്ന് പറയുന്നതായ ഈ എൽക്കാനായുടെ ഭാര്യയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. അവൾക്ക് അതിൻ്റേതായ ഒരു അഹങ്കാരമുണ്ടായിരുന്നു. എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ലാഞ്ഞതിനാൽ അവൾ കുടുംബത്തിൽ ഒരു ഏകാഗിയെ പോലെ തോന്നി. അവൾ പലപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി തോന്നി. അതുമാത്രമല്ല, ഈ പെനീനായ് എന്ന് പറയുന്ന സ്ത്രീയുടെ ക്രൂരമായ വാക്കുകൾ ശരം പോലെ അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറിയതിനാൽ അവൾ പലപ്പോഴും മനോവ്യഥനയിൽ കൂടെ ഒരു മക്കളില്ലാത്തവളായിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയും ഈ ഭർത്താവായ എൽക്കാനയ്ക്കും അതൊരു ഹൃദയവേദനയായിട്ട് തീർന്നു. അവൻ അവളെ ആശ്വസിപ്പിക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിച്ചു. എന്നാൽ അതൊരാശ്വാസവാക്ക് ഏറ്റെടുക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ ശീലോവ് എന്ന് പറയുന്നതായ ആരാധനാ സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവർ കുടുംബമായിട്ട് കടന്നു പോവുക പതിവുണ്ടായിരുന്നു. യാഗം കഴിക്കുക പതിവുണ്ടായിരുന്നു. അവിടെ ഈ ഹന്നയും കൂടെ പോവുക പതിവ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും പോകുമ്പോൾ ഈ എൽക്കാന എന്ന് പറയുന്ന ഭർത്താവ് അവളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും പ്രത്യേകമായ ആഹാരങ്ങളും ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും അവൾക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും അവളുടെ ഹൃദയത്തിൽ കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. ഒടുവിലായിട്ട് അവൾ തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് ഒരു നേർച്ച കഴിച്ചിട്ട് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുള്ളതായ വിശ്വാസം അവളുടെ ഹൃദയത്തിൽ അങ്കുരച്ചിട്ട് അങ്ങനെ ശീലോവിലേക്ക് ഒരു ദിവസം അവൾ പോകുമ്പോൾ ഇതാ ആ ആൾട്ടർ ദൈവസന്നിധിയിൽ ഇരുന്ന് അവൾ പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ ഈ ഹന്നായുടെ പ്രാർത്ഥന വളരെ ഫേമസ് ആണ്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം. അവിടെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു നേർച്ചയോടുകൂടെ ഉള്ളതായ പ്രാർത്ഥനയാണ്. എൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ദൈവത്തിന് വേണ്ടി ഈ കാര്യം ചെയ്യും എന്നുള്ളതായ ഒരു നേർച്ചയെടുത്തുകൊണ്ട് അവൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തൻ്റെ അധരങ്ങൾ മാത്രം ചെറികൾ മാത്രം അനക്കിക്കൊണ്ട് ശബ്ദം വെളിയിൽ വരാതെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ളതായ വാക്കുകൾ
കണ്ണുനീരോടുകൂടെ അർപ്പിക്കുന്നതായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങളിൽ കാണുന്നത്. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്നുള്ളതായ നേർച്ച നേരുന്നു. ദൈവം അത് കേൾക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ അതിനോട് ചേർന്ന ഒരു ഭാഗം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഏലി എന്ന് പറയുന്നതായ അന്നത്തെ പുരോഹിതൻ അവിടെ അടുത്ത ചെയറിൽ ഇരിക്കുകയായിരുന്നു. അവൾ ഇവളുടെ ഈ പ്രാർത്ഥന നോട്ട് ചെയ്തപ്പോൾ അതൊരു വ്യത്യസ്ത പ്രാർത്ഥനയായിട്ട് തോന്നി. വാക്കുകൾ പുറത്തു വരുന്നില്ല, ചുണ്ടുകൾ മാത്രം അനങ്ങുന്നു. ഇത് സാധാരണ വീഞ്ഞ് കുടിച്ചതിന് ശേഷം ആൾക്കാർ ദൈവസന്നിധിയിൽ ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാമെന്ന് വിചാരിച്ച് അവളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവളെ ശകാരിക്കുന്നതായിട്ട് കാണുകയും അവളുടെ ഹൃദയം തുറന്നു പറയുന്നു, യജമാനനെ, ഞാൻ വീഞ്ഞ് കുടിച്ചതൊന്നുമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഹൃദയം ഉള്ളതുപോലെ അവനോട് പറഞ്ഞപ്പോൾ ആ പുരോഹിതൻ അവളെ അനുഗ്രഹിക്കുകയും നിൻ്റെ ആഗ്രഹം നിനക്ക് ദൈവം സാധിപ്പിച്ച് തരട്ടെ, അങ്ങനെ നടക്കട്ടെ എന്ന അനുഗ്രഹത്തോടുകൂടി അവൾ മുൻപോട്ട് പോകുന്നു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഇത് 18-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവളുടെ മുഖം പിന്നെ വാടിയില്ല. അതുവരെ മനുഷ്യരുടെ ശകാരവാക്കുകളാലും കളിയാക്കലുകളാലും ഒക്കെ മുഖം വാടി ഹൃദയം തളർന്നവൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നേർച്ചയോടുകൂടി അവളുടെ പ്രാർത്ഥന കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ളതായ ഒരു കോൺഫിഡൻസ്, ധൈര്യം അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ആ ധൈര്യത്തോടു കൂടിയാണ് അവളുടെ മുൻപോട്ടുള്ള യാത്ര. അന്ന് മുതൽ അവളുടെ മുഖം വാടിയില്ല. ഒരു പ്രത്യേകമായ ധൈര്യവും പ്രത്യാശയും ദൈവത്തിലുള്ള വിശ്വാസവും അവളിലേക്ക് വർദ്ധിച്ചു വന്നതിനാലാണ് ഇങ്ങനെ മുഖം വാടാതെ ദൈവത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആ യാത്ര നമ്മൾക്ക് ഹന്നായുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് നമ്മൾക്ക് 1-ന്റെ 20 വാക്യത്തിൽ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്, യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥനയിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു കാര്യത്തെ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവൾ പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ പ്രാർത്ഥനയിലും കർത്താവേ എനിക്ക് ഇന്ന കാര്യം, ആ പിക്ചർ നമ്മളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലം കിട്ടും എന്നാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവനെ എനിക്ക് തന്നു, ഇതാ ദൈവസന്നിധിയിൽ അവനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ആണ് പറയുന്നത്. 24-ാമത്തെ വാക്യത്തിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ എഴുതിയേക്കുന്നത്, മുലകുടി മാറിയതിന് ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും 1 പറ മാവും 1 തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ എലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ദൈവസന്നിധിയിൽ എടുക്കുന്നതായ നേർച്ചകൾ അവൾ മറന്നുപോയില്ല. അവൾക്കൊരു ആൺകുഞ്ഞിനെ കിട്ടി. ഇവനെ ഇനി വളർത്തി വീട്ടുകാര്യങ്ങൾ നോക്കട്ടെ എന്ന് അവൾ തീരുമാനിച്ചില്ല. അവൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം നേർന്നത് അതുപോലെ തന്നെ അവൾ നിവർത്തിക്കുന്നു. ഞാൻ ഈ ബാലനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഈ ബാലനെ എനിക്ക് ദൈവം തന്നു. ആ ഫോക്കസ്ഡ് പ്രയർ ആൻസർ ലഭിച്ചു. ഇവിടെ ഈ ബാലനുമായിട്ട് ഞാൻ മടങ്ങി ആലയത്തിലേക്ക് വന്നിരിക്കുന്നു, യാഗം കഴിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു.
യാഗം കഴിച്ചിട്ട് ദൈവസന്നിധിയിൽ അവനെ തിരിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അവിടെയാണ് അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആ പൈതലിനെ ഏലിയുടെ അടുക്കൽ ഏൽപ്പിച്ച് യഹോവയുടെ ആലയത്തിൽ ആക്കിയിട്ട് അവൾ പോവുകയാണ്. എന്നാൽ അവിടെ യഹോവയുടെ ആലയത്തിൽ കാര്യങ്ങളുടെ ചുമതല ഏലിക്കാണ് ഉള്ളത്. ഏലി പുരോഹിതനാണുള്ളത്. എന്നാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. ഏലിയുടെ പുത്രന്മാർ നീചന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ നീചപ്രവർത്തികൾ ചെയ്യുന്നവരായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിവരിക്കുവാനായിട്ട് പോകുന്നില്ല. ഇവിടെ ആലയത്തിലേക്ക് യാഗം കഴിക്കുവാനായിട്ട് കടന്നു വരുന്നവരെയും അതുപോലെ തന്നെ യാഗം കഴിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നതായ മക്കളായിരുന്നു ഏലിയുടെ മക്കൾ. ദൈവത്തെ ആദരിക്കുകയോ ദൈവത്തിൻ്റെ യാഗങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനം കൊടുക്കുകയോ ചെയ്യാതെ വളരെ അലസമായിട്ട് തങ്ങളുടെ സുഖപ്രദമായ ഒരു ജീവിതം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഏലിയുടെ പുത്രന്മാർ അവിടെ ജീവിക്കുന്നു. അവിടെയാണ് ശമൂവേൽ ബാലൻ ജനിച്ച് അവരോട് കൂടെയാണ് വളരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ശമൂവേൽ പ്രവാചകൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത്, ശമൂവേൽ പ്രവാചകനായിട്ടില്ല, ശമൂവേൽ ബാലനാണിപ്പോൾ. ഈ ബാലൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത് വളരെ മ്ലേച്ഛകരമായ ഒരു അന്തരീക്ഷമാണ്. അവൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഏലിയുടെ മക്കളാണ്, നീചന്മാരായ മക്കൾ. ഒരു വലിയ ചീത്തയായിട്ടുള്ളതായ തലമുറയുടെ മധ്യത്തിലാണ് ഇതാ ശമൂവേൽ ബാലൻ വളർന്നു വന്നിരുന്നത്. എന്നാൽ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ശമൂവേൽ ബാലൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായിട്ട് വളർന്നു വന്നു. അവൻ്റെ കിടപ്പ് എന്ന് പറയുന്നത് നിയമപ്പെട്ടകത്തിൻ്റെ അടുത്താണ് അവൻ ആലയത്തിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് എന്ന് ഇവിടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആ സംസാരം എന്തെങ്കിലും കേൾക്കുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അതെനിക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നതായ ഭാഗത്ത് ദൈവത്തിൻ്റെ വചനത്തോട് വളരെ അടുപ്പമുള്ളവരായിരുന്നു ഈ ശമൂവേൽ ബാലൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെറ്റ് അപ്പാർട്ട് ജനറേഷനായിട്ട് നമ്മളും ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ കൈകളിലേറ്റുകൊണ്ട് അത് ഹൃദയത്തിൽ എഴുതിക്കൊണ്ട് നമ്മളുടെ മനസ്സുകൊണ്ടും നമ്മളുടെ ഹൃദയം കൊണ്ടും ദൈവത്തിൽ നിന്നുള്ളതായ ആലോചന കേൾക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുള്ളതായ ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു സെറ്റ് അപ്പാർട്ട് വ്യത്യസ്തമായി വിളിച്ച് ചേർക്കപ്പെട്ടതായ അല്ലെങ്കിൽ വിളിച്ച് മാറ്റി നിർത്തിയതായ ഒരു ജനറേഷനായിട്ട് വളരുവാനായിട്ട് നമ്മൾക്കും സാധിക്കും. അതാണ് ഈ ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട്. ചുറ്റുപാട് എങ്ങനെയായിരുന്നാലും, കൾച്ചർ എങ്ങനെയായിരുന്നാലും, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും നമ്മൾക്കത് ബാധകമല്ല. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ അടിസ്ഥാനം എന്നുള്ളത്. ഈവൻ ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നോഹയുടെ ചരിത്രം കാണുന്നുണ്ട്. ഈ തലമുറ മുഴുവൻ ദൈവത്തെ ഭയപ്പെടാതെ നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ ഈ ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് നോവ മുന്നോട്ട് കടന്നു വന്ന് ജീവിക്കുന്നു. അവനിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് ഒരു മനുഷ്യനെ വിളിച്ചു വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാം. ഐഡൽസ് അല്ലെങ്കിൽ മ്ലേച്ഛ വിഗ്രഹങ്ങളെ മനുഷ്യ കൈകളുടെ കൊണ്ട് നിർമ്മിച്ചതായ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നതായ ഒരു ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ്, കൽദേ രാജ്യത്തിൽ നിന്നും അബ്രഹാം എന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ച് മാറ്റുന്നു. അവൻ നീതിമാനായിട്ട് വിശ്വാസത്തോടുകൂടെ കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടില്ല എങ്കിൽ തന്നെയും ആ വിശ്വസ്തനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കാൽച്ചൂടുകൾ വെച്ചതിനാൽ വലിയ കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവനെ ദൈവം ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവിടെ ഒരു വല്ലാത്ത തലമുറയുടെ മധ്യത്തിൽ ഏലിയുടെ പുത്രന്മാർ ഒക്കെ
അവരുടെ പാപത്തിൻ്റെ മൂർച്ഛതയിൽ എത്തിയപ്പോൾ അവിടെയും ശമൂവേൽ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിന് വേണ്ടി സേവ ചെയ്യുന്നുള്ളതായ ആഗ്രഹത്തോട് മുന്നോട്ട് നിന്നാൽ അവൻ മാനിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 2:17 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ ആ യൗവനക്കാർ, ഏലിയുടെ മക്കളെക്കുറിച്ച് പറയുകയാണ്, ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചത് കൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. മനുഷ്യരുടെ പാപമെന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ മനുഷ്യരോട് ക്ഷമ ചോദിച്ചാൽ അത് മാറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ യഹോവയോട് പാപം ചെയ്ത് കഴിഞ്ഞാൽ യഹോവയോട് എങ്ങനെയാണ് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ യഹോവയില്ലാത്ത അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലാത്ത, ദൈവത്തെ അറിയാത്തവർക്ക് സാധിക്കുന്നത്? അത് വളരെ ഭയങ്കരമായിരിക്കും. അവൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോദോമിലും ഗോമോറായിലും അവരുടെ പാപം അത് വളരെ കഠിനമായിരുന്നു. ദൈവസന്നിധിയിൽ അത് എത്തി. ആ പാപമെന്ന് പറയുന്നത് ക്ഷമ അർഹിക്കാത്തതായ പാപമാണ്. ആ പാപത്തിന് ശിക്ഷ കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സോദോമിനെയും ഗോമോറയെയും ഭസ്മമാക്കി തീർത്തായ ഒരു ചരിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ പാപത്തെക്കുറിച്ചൊക്കെ ഏലി അറിഞ്ഞുവെങ്കിൽ തന്നെയും തൻ്റെ മക്കളെ വേണ്ടവണ്ണം ശിക്ഷിക്കുവാനോ ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരുവാനോ ഒരു അപ്പനായ ഏലിക്ക് സാധിച്ചില്ല എന്നുള്ളത് ദൈവവചനത്തിൽ പ്രത്യേകാൽ എഴുതിയിരിക്കുകയാണ്. ഇവിടെ 25 വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ ഏലി പറയുന്നതായ ഒരു വാക്ക് നമ്മൾക്ക് ശ്രദ്ധേയമാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മക്കളോട് പറയുകയാണ്, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കും എന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചതുകൊണ്ട് അവർ അപ്പൻ്റെ വാക്ക് കൂട്ടാക്കിയില്ല. അപ്പോൾ ഏലി ഇങ്ങനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് മക്കളോട് ഉപദേശം കൊടുത്തു. എന്നാൽ അവരുടെ ഹൃദയം കഠിനമായിരുന്നു. അവർ വളർന്ന് വളരെ കഠിനപ്പെട്ട രീതിയിൽ അവരുടെ സ്വഭാവം മാറ്റുവാനായിട്ട് കഴിയാഞ്ഞതിനാൽ അപ്പൻ്റെ വാക്ക് അവർ കൂട്ടാക്കിയില്ല എന്നാണ് 26 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് മറ്റൊരുവൻ്റെ സ്വഭാവം കൂടെ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഈ പുസ്തകത്തിൻ്റെ പേരിലുള്ളതായ ശമൂവേൽ ബാലൻ എങ്ങനെയാണ് വളർന്നു വന്നത്. അവരുടെ മധ്യത്തിൽ ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായിട്ട് വളർന്നു വന്നു എന്നാണ് കാണുന്നത്. ശമൂവേൽ ബാലൻ മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവനായിട്ട് വളർന്നു വന്നു. പുതിയ നിയമത്തിലും നമ്മൾ കാണുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ കരങ്ങൾ 2 വശത്തേക്കും നീട്ടുമ്പോൾ നമ്മളുടെ ഇടത്തും വലത്തുമുള്ള മനുഷ്യജാതിയോടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. മനുഷ്യരെ സ്നേഹിച്ചു, പാപികളെ സ്നേഹിച്ചു, ദൈവത്തോടുള്ള ബന്ധവും പുലർത്തി. അതാണ് ക്രോസ് അല്ലെങ്കിൽ കുരിശിൽ കൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ശമൂവേൽ ബാലൻ ഇതിൻ്റെ മധ്യത്തിലും മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായിട്ട് ജീവിച്ചു വന്നു. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതായ ഒരു വാചകമാണ് നമ്മളുടെ കൂട്ടുകാരൊക്കെ പറയുന്നത്: എനിക്ക് മനുഷ്യരോട് യാതൊന്നും പറയേണ്ട കാര്യമില്ല, മനുഷ്യരെ ബോധിപ്പിക്കേണ്ടതായ കാര്യമില്ല, എനിക്ക് എൻ്റെ ദൈവമായിട്ടുള്ള മാത്രമേ കാര്യമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ മനുഷ്യരോട് നിരപ്പാകണം, ദൈവത്തോടും നിരപ്പാകണം. എങ്കിൽ മാത്രമേ നമ്മളുടെ രക്ഷ പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവത്താഴം എന്ന് പറയുന്നതായ ആ ശുശ്രൂഷ, കർത്താവിൻ്റെ മേശയൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് പ്രത്യേകമായ ഇൻസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ അത് തീർത്തിട്ട് വന്ന് വേണം, ഒരു റിക്കൺസിലിയേഷൻ പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നതായ ഈ ലോർഡ്സ് സപ്പറിൽ അല്ലെങ്കിൽ ലോർഡ്സ് ടേബിളിൽ നിങ്ങളുടെ കൈകളെ നീട്ടുവാൻ, അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും എന്ന് പുതിയ നിയമത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ പഠന ഭാഗത്തേക്ക് കടന്നു വരാം. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം വേഗം.
ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? 3-ാമത്തെ അധ്യായത്തിൽ ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു എന്ന് നമ്മൾക്ക് എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ശമൂവേൽ ഇത് ന്യായാധിപന്മാരുടെ കാലമാണ്, രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തോന്നിയ പോലെ നടന്നു. പ്രത്യേകിച്ച് ഒരു ഏലി പുരോഹിതനായിരുന്നെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഘനത്തോടുകൂടെ സ്ട്രിക്റ്റായിട്ട് ജനത്തോട് പ്രസംഗിച്ചിരുന്നില്ല, അവരെ പഠിപ്പിച്ചിരുന്നില്ല. വചനം ദുർലഭമായിരുന്നു എന്ന് കാണുന്നു. നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, ദൈവത്തിൻ്റെ വചനം ഇന്നത്തെ കാലത്ത് ഈ പ്രസൻറ്റ് ടൈമിൽ വളരെയധികമായിട്ട് വരുന്നുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇന്ന് പലപ്പോഴും വളരെ കഥാപ്രസംഗ രീതിയിലും അതുപോലെ തന്നെ കർണരസമായതും കണ്ണിന് ഇമ്പമായതുള്ളതായ കാര്യങ്ങളിലാണ് ജനങ്ങൾക്ക് താല്പര്യം. അതുപോലെ ഇന്നും പ്രാസംഗികരും ആയിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഘനത്തോടുകൂടെ സീരിയസ്നെസ്സിനോടുകൂടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യനായിരുന്ന തീമോഥെയോസിനോട് പറയുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം എന്നുള്ളതായ കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്ന കാലത്ത്, ഈ ദർശനം ഇല്ലാതിരുന്ന കാലത്ത്, ഇതാ നമ്മളുടെ ഈ ശമൂവേൽ ബാലൻ ആലയത്തിൽ ദൈവത്തിൻ്റെ, ഇവിടെ എഴുതിയിരിക്കുന്നത് 3-ാമത്തെ വാക്യം, ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. ആദ്യമായിട്ട് ദൈവശബ്ദം നേരിട്ട് കേട്ടിട്ടില്ലാത്തതായ ശമൂവേലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെ കാണുന്നത്. ശമൂവേൽ ഇതാ പെട്ടകത്തിൻ്റെ അടുത്ത് കിടന്നുറങ്ങുകയാണ്, തനിയെ കിടന്നുറങ്ങുകയാണ്. ദൈവം അവനെ വിളിക്കുകയാണ്, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്നു. അവൻ ഓടി ഏലി ആയിരിക്കും തന്നെ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മുറിയിലേക്ക് കടന്നു എന്ന് ഏലി പ്രവാചകനെ ഉണർത്തുന്നു. എന്നെ വിളിച്ചോ, അടിയൻ ഇതാ എന്ന് പറയുമ്പോൾ, ഞാൻ വിളിച്ചല്ല മകനെ, നീ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക എന്ന് പറയുന്നു. വീണ്ടും രണ്ടാമതും അവൻ പോയി കിടന്ന് ഉറങ്ങിയപ്പോൾ ഈ ശബ്ദം തന്നെ ദൈവം ആ ശമൂവേലിനെ വിളിക്കുകയാണ്. ശമൂവേലേ ശമൂവേലേ എന്ന് ദൈവം അവനെ വിളിച്ചു. ദൈവവിളി കേട്ട് പരിചയമില്ലാത്ത അവൻ ഇതാ വീണ്ടും ഏലിയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നെ വിളിച്ചോ, ഞാൻ ആ ശബ്ദം കേട്ടല്ലോ എന്നെ വിളിക്കുന്നത്. ഇതാ ഏലി പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചില്ല. എന്നാൽ മകനെ നീ ഒരു കാര്യം ചെയ്യും, ഇനി നീ ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഏലിയുടെ അനുഭവത്തിൽ നേരത്തെ അനുഭവിച്ചിട്ടുള്ളതായ ദൈവശബ്ദം കേട്ടിട്ടുള്ളത് കൊണ്ട് അവൻ്റെ അനുഭവത്തിൽ നിന്നും തൻ്റെ ശിഷ്യനായിരിക്കുന്നതായ ശമൂവേലിനോട് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ ചെയ്യണം, ആലയത്തിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ എങ്ങനെയാണത് ഏറ്റെടുക്കേണ്ടത്. മൂന്നാമതും ഇത് അവൻ കിടന്നുറങ്ങുന്നു. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ളതായ ആ വാചകം ഏലി പറഞ്ഞതുപോലെ തന്നെ ശമൂവേൽ ബാലൻ അവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. അവിടെ ദൈവം അവനോട് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പല കാര്യങ്ങളും അവനോട് ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ളതായ ഫ്യൂച്ചർ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് അതിനുശേഷമായിട്ട് ഏലി പുരോഹിതൻ ഈ ശമൂവേലിനെ വിളിച്ചിട്ട്, മോനെ എന്തൊക്കെയാണ് ദൈവം നിന്നോട് പറഞ്ഞത്, ഒന്നും മറച്ചു വയ്ക്കാതെ എന്നോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഈ ദൈവശബ്ദം കേട്ടിട്ട് വളരെ നാളുകളായ അല്ലെങ്കിൽ ദർശനം നഷ്ടപ്പെട്ടു പോയ ഏലി പുരോഹിതനും ശമൂവേലിൽ നിന്നും ഈ ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിൽ നിന്നും ഈ ഏലിയുടെ പുത്രന്മാരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അവരോട് ദൈവം അവരുടെ പാപം മൂലം അവരെ ശിക്ഷിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഏലി ശമൂവേലിനെ വിളിച്ച് എന്താണ് നിന്നോട് ദൈവം അരുളി ചെയ്ത് എന്ന് പറയുമ്പോൾ, അവിടെ ഒന്നും മറച്ചു വയ്ക്കാതെ എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ശമൂവേൽ ഏലിയോട് പറയുകയാണ്. ദൈവം സംസാരിച്ച ഭാഗത്തിൻ്റെ ചില ചുരുക്ക ഭാഗം ഇവിടെ എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ദൈവം ശമൂവേലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന്
യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. ഏലിയുടെ ഭവനത്തെക്കുറിച്ചുള്ളതായ ഒരു ദൂതാണ് ശമൂവേൽ പ്രവചനത്തിൽ കൂടെ ദൈവം ഇവിടെ നൽകിയിരിക്കുന്നത്. ഏലിയുടെ ഭവനത്തിൽ അകൃത്യം കണ്ടിരിക്കുന്നു, മക്കൾ അകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല. ഇനിയിപ്പോൾ ഒരു യാഗം ചെയ്താലും വഴിപാട് ചെയ്താലും അവർ ചെയ്തതായ പ്രവൃത്തികൾക്ക് അവർ തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കും. അതിനൊരു പരിഹാരമില്ല എന്ന് ദൈവം ഇവിടെ സത്യം ചെയ്ത് പറയുകയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ 21 വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ പ്രത്യക്ഷനായി. അങ്ങനെ ആദ്യത്തെ ഒരു പ്രാവശ്യം എങ്ങനെയാണ് ദൈവം ശമൂവേലിന് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും വീണ്ടും ഈ അനുഭവങ്ങൾ ശമൂവേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ അവന് ദൈവവുമായിട്ട് അത്രമാത്രം ഒരു ബന്ധമുണ്ടായിരുന്നു. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടുകൂടെ ഫേസ് ചെയ്യുവാൻ, കാണുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഈ ശമൂവേലിന് പ്രാഗൽഭ്യവും ഒരുക്കവും ഉണ്ടായിരുന്നതിനാൽ യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് ശമൂവേലിന് പ്രത്യക്ഷനാകുകയും തൻ്റെ ദൂതുകളെ അറിയിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. മുൻപോട്ട് നമ്മൾക്ക് പോകാം. ചാപ്റ്റർ 4 കടന്നു പോകാം. 1 ശമൂവേൽ. അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്തീയരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. അവിടെ ശമൂവേല് ന്യായാധിപനായിട്ട് ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് മുൻപോട്ട് കടന്നു വരികയാണ്. അവിടെ വന്നിട്ട് ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ ജനങ്ങളോട് സംസാരിച്ച് തുടങ്ങി. അവിടെ ആയിരുന്നപ്പോഴാണ് ഈ ഫെലിസ്തീയർ അവരുടെ നേരെ യുദ്ധത്തിന് വന്നു. ഫെലിസ്തീയർ അന്ന് പ്രാബല്യം പ്രാപിച്ചിരിക്കുന്നതായ സമയമാണ്. ആ സമയത്ത് ഫെലിസ്തീയർ അവരോട് യുദ്ധത്തിന് വന്നു. ഏലിയുടെ പുരോഹിതന്മാർ ആണ് ഈ പെട്ടകം ചുമന്നുകൊണ്ട് അവിടേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ പെട്ടകവും ചുമന്നുകൊണ്ട് ആ ഫെലിസ്തീയരോട് യുദ്ധം ചെയ്തപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, ഒരു വലിയ ഒരു മഹാസംഭവമാണ് അവിടെ ഉണ്ടായത്. ഫെലിസ്തീയർ എന്ത് ചെയ്തു? ഇസ്രായേൽ ഉണ്ടായിരുന്നതായ ആ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവർ പിടിച്ചുകൊണ്ടുപോയി. ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ തോറ്റുപോയി. അത് മാത്രവുമല്ല, ഈ ഏലിയുടെ 2 പുത്രന്മാരും വലിയ പട്ടാളക്കാരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് ആയുധങ്ങളും എടുത്തുകൊണ്ട് ഈ പെട്ടകവുമായിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കും, അല്ലെങ്കിൽ വിജയം നേടുമെന്നുള്ളതായ ധൈര്യത്തോടു കൂടി അവർ മുൻപോട്ട് പോയി. എന്നാൽ അവിടെ വലിയൊരു തോൽവിയാണ് സംഭവിച്ചത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ കാണുന്നത് 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും പട്ടുപോയി എന്നാണ് കാണുന്നത്. അപ്പോൾ ഏലിയുടെ കുടുംബത്തിലുണ്ടായിരുന്ന 2 ആൺമക്കളാണ് ഹോഫ്നിയും ഫിനെഹാസും. അവർ ഏലിയുടെ കാലശേഷം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവർ നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ അവർക്ക് യാതൊരു അർഹതയും ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനോ അതെടുക്കുവാനോ അതിൻ്റെ നാമത്തിൽ വിജയം പ്രഖ്യാപിക്കുവാനോ അവർക്ക് യാതൊരുവിധമായ അർഹതയുമില്ല. എന്നാൽ ഫെലിസ്തീയരുമായിട്ട് യുദ്ധത്തിന് പോയി ഇതാ ആ പെട്ടകം പിടിക്കപ്പെട്ടു. ഏലിയുടെ 2 ആൺമക്കളും മരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏലിയോ 98 വയസ്സ് ഉള്ളവനും കാൺമാൻ വഹിയാത്തവനും കണ്ണ് മങ്ങിയവനുമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 98 വയസ്സുള്ള ഒരു വയോവൃദ്ധനായിട്ടാണ്, കണ്ണ് കാണാൻ വയ്യാത്തവനായിട്ടാണ്, പ്രായം ചെന്ന ജീവിതത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളിൽ സമയം ചെലവഴിക്കുന്നതായ ഒരു പുരോഹിതനായിട്ടാണ് അവിടെ നമ്മൾക്ക് ഏലിയെ കാണുന്നത്. അപ്പോൾ അവൻ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ, നിൻ്റെ മക്കൾ 2 പേരും മരിച്ചു, യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് ഒരു ദൂതൻ ഓടി വന്നവനോട് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇതാ ഏലി അവിടെ ഒരു
18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ന്യായപാലനം ചെയ്തവരുടെ ന്യായാധിപന്മാരുടെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ബുക്ക് ഇങ്ങനെ പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ആ രീതി നമ്മൾ പഠിച്ചു വരുന്നത്. ന്യായാധിപന്മാരുടെ ഒടുവിലത്തെ സമയങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ 40 വർഷം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് ഒരു പുരോഹിതനായിട്ടും സേവനം അനുഷ്ഠിച്ചതിന് ശേഷമായിട്ട് ഏലി അവിടെ മരിച്ച് വീഴുന്നതായിട്ടാണ്, കഴുത്തൊടുന്ന് മരിച്ചു. ഒടുവിലത്തെ അവൻ്റെ അവസാനം എന്ന് പറയുന്നത് മക്കളുടെ മരണത്തിൻ്റെ ന്യൂസ് കേട്ടുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി അവരെ ശരിയായിട്ട് ട്രെയിൻ ചെയ്യാഞ്ഞതിനാൽ, ദൈവിക ദർശനം പ്രാപിക്കുവാൻ വേണ്ടി അവൻ സമയം എടുക്കാഞ്ഞതിനാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ ഒരു തോൽവിയായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതോട് ചേർന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 19-ാമത്തെ വാക്യം, എന്നാൽ അവൻ്റെ മരുമകൾ ഫിനേഹാസിൻ്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ പെട്ടകം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, ഭർത്താവ് മരിച്ചുപോയെന്നറിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് താഴെ വീണു, പ്രസവവേദന വന്നു. അവൾ ഒരു മകനെ പ്രസവിക്കുന്നു. ആ മകന് ഇക്കബാദ് എന്ന് പേരിടുന്നതായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്താണ്? ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. 22-ാമത്തെ വാക്യം 4-ാം അധ്യായത്തിൻ്റെ. ദൈവത്തിൻ്റെ മഹത്വം ആയിരുന്നതായ ആ ദൈവത്തിൻ്റെ പെട്ടകം ആ ശീലോവിൽ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ശത്രുക്കൾ അത് പിടിച്ചുകൊണ്ട് അത് ശത്രുക്കളുടെ കയ്യിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഈ ശീലോവിൽ നിന്നും പോയിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവൾ ഹൃദയവേദനയോടുകൂടെ അവൾ ഒരു മകനെ പ്രസവിച്ചു. അങ്ങനെ പേരിട്ടിട്ട് അവൾ അവിടെ മരിക്കുകയാണ്. അങ്ങനെ ഏലിയുടെ ചരിത്രം അവിടെ അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ചാപ്റ്റർ 5 and 6 നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ മറ്റൊരു ചരിത്രമാണ് കാണുന്നത്. ഈ ഫിലിസ്തീയർ പിടിച്ചുകൊണ്ട് പോയതായ ആ ദൈവത്തിൻ്റെ പെട്ടകം എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവർ ഇങ്ങനെ ജീവനുള്ള ദൈവത്തെ അവർ സേവിച്ചിട്ടില്ല. അവർക്കൊരു പുതിയ കാര്യമാണ്. അവരെന്ത് ചെയ്തു? അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതായ ദാഗോൻ എന്ന് പറയുന്നതായ ആ ബിംബം ഇരിക്കുന്നതായ, അവരുടെ ദേവൻ ഇരിക്കുന്നതായ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ട് വയ്ക്കുന്നതായിട്ടാണ് ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകണമല്ലോ. അവിടെ നമുക്ക് കാണുന്നത് ഈ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇതാ ഈ ദാഗോൻ്റെ ആ ബിംബം ദേവൻ മറിഞ്ഞു വീണ് കിടക്കുന്നു. വീണ്ടും അത് നിവർത്തി വെച്ചിട്ട് വീണ്ടും അവർ പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ ഇതാ വീണ്ടും മറിഞ്ഞ് വീണു എന്ന് മാത്രമല്ല, അതിൻ്റെ ഉടലും തലയും എല്ലാം വേറെ വേറെ ചിഹ്നിച്ചു പോയി ചിതറിക്കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവരുടെ ദൈവത്തിന് പ്രത്യേകമായ ശക്തിയുണ്ട്. നമ്മുടെ ദൈവമായ ദാഗോൻ പോലെയല്ല. ഞങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതായ ഒരു ദേവനാണ് ദാഗോൻ. അവനെയൊക്കെ ഇങ്ങനെ ചിതറിച്ച് കളയണമെങ്കിൽ ഈ ദൈവത്തിനൊരു പ്രത്യേക ശക്തിയുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. അത് മാത്രവുമല്ല, ആ ദേശത്ത് എല്ലാം ഈ ഫെലിസ്തീയരുടെ ഈ ജനങ്ങൾക്ക് എല്ലാം മൂലക്കുരു എന്ന് പറയുന്നതായ ആ രോഗം അങ്ങ് ബാധിച്ച് ഭയങ്കരമായിട്ട് അവിടെ പടരുന്നു. ജനങ്ങൾ എല്ലാം ഈ രോഗത്താൽ പരുക്കളാൽ ഭാരപ്പെട്ട് വേദനയെടുത്തുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഇതാ മൂപ്പന്മാർ എല്ലാവരും അടുത്തു വരുന്നു. ഫെലിസ്ത്യ മൂപ്പന്മാർ ഈ ദൈവത്തിൻ്റെ പെട്ടകം നമുക്കിവിടെ വെച്ചിരുന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് എന്ത് സാധിക്കാനാണ്? അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. എങ്ങനെയാണത് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഇസ്രായേൽ മക്കളെ വിളിച്ചു വരുത്തി അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിന് പകരം ഇസ്രായേലിലേക്ക് ഈ പെട്ടകം അയക്കുവാൻ വേണ്ടി നമുക്കൊരു പണി കണ്ടുപിടിക്കണം. അവരുടെ ആലോചന പ്രകാരം മൂപ്പന്മാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അത്ഭുതകരമായ രീതിയിൽ ഈ പെട്ടകം പോകുന്നെങ്കിൽ പോകട്ടെ, നമുക്കങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു പ്രസവിച്ചതായ
2 പശുക്കളെ കൊണ്ടുവരിക, ഒരു പുതിയ വണ്ടി ഉണ്ടാക്കുക, ആ നുകത്തിൽ ഈ പശുക്കളെ കെട്ടുക, ഈ പ്രസവിച്ചതായ ഈ പശുക്കളുടെ കിടാങ്ങളെ വീട്ടിൽ തന്നെ നിർത്തുക. അപ്പോൾ എപ്പോഴും കിടാങ്ങൾ ഇല്ലായെങ്കിൽ അതിന് മുൻപോട്ട് പോകുവാനായിട്ട് പ്രയാസമാണ്. എന്നാൽ ഈ പെട്ടകം അതിലേക്ക് വെച്ചിട്ട് അതിനെ മുൻപോട്ട് വിടുവാനായിട്ട്, ആ റോഡിലൂടെ പോകുവാനായിട്ട് അനുവദിക്കുക. അങ്ങനെ പോകുന്നുവെങ്കിൽ ഇത് യഥാർത്ഥമായി ദൈവമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ ചെയ്യുന്നു. ആ പശുക്കളെ കെട്ടിയിട്ട് ഇതാ ആ പെട്ടകം ആ വണ്ടിയിൽ വെച്ചിട്ട് അവർ ഇസ്രായേലിൻ്റെ നേർക്കുള്ളതായ ആ പാതയിൽ കൂടെ അങ്ങോട്ട് വിടുകയാണ്. എന്നാൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പശുക്കൾ ഒക്കെ ആ പെരുവഴിയിൽ കൂടെ അത് മുൻപോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. 12-ാമത്തെ വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. പിന്നെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ അങ്ങനെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവരുടെ കിടാങ്ങളെ വീട്ടിലിട്ട് അടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പൊന്നുകൊണ്ടുള്ളതായ എലികളും മൂലക്കുരുവിൻ്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശേമിലേക്കുള്ളതായ വഴിക്ക് പോയി. അവ കരഞ്ഞുകൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടെ നടന്നു. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബേത്ത്ശേമിൻ്റെ അതിർവരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശേമിയർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമേശിനായ യോശുവയുടെ വയലിൽ വന്ന് നിന്നു. അവിടെ ഒരു വലിയ കല്ല് ഉണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് കഴിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മറ്റൊരു സംഭവമാണ്. ഈ പശുക്കൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ പശുക്കൾ, ദൈവത്തിൻ്റെ പെട്ടകവും വഹിച്ചുകൊണ്ട് ഉള്ളതായ ഈ യാത്ര നമ്മൾ ഓർക്കുമ്പോൾ അതിൽ നിന്നും ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറകിൽ നിൽക്കുകയാണ്. അതിനെ എല്ലാം മറന്നിട്ട് ഈ പെട്ടകവും വഹിച്ചുകൊണ്ട് ആ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ക്രിസ്തീയ ജീവിതം അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും, ഈ ലോകത്തിലെ പ്രിയപ്പെട്ട പലതും ഉപേക്ഷിക്കേണ്ടി വന്നാലും, ദൈവത്തിൻ്റെ പെട്ടകത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ മുൻപോട്ട് പോകുവാൻ വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അവരുടെ ആ പശുക്കളുടെ ജീവിതത്തിൻ്റെ ഒടുവിൽ സംഭവിച്ചതായ ഒരു കാര്യം, ആ പശുക്കളെ യാഗമാക്കി തീർക്കുകയാണ്. വഹിച്ചുകൊണ്ട് വന്ന കാളവണ്ടിയുടെ ആ വണ്ടിയുടെ വിറക് വെട്ടിക്കീറി ഒരു യാഗപീഠമാക്കി തീർത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇതാ ആ കരിഞ്ഞ് ഒടുങ്ങുന്നതായിട്ടാണ് യാഗമായി തീരുന്നു. ഈ പെട്ടകം ഇന്നത്തെ കാലത്തും വഹിക്കുന്ന നാം ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്, നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്നവരാണ്. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടാണ് നമ്മളുടെ യാത്ര. നമ്മൾ തുടർന്ന് നമ്മളുടെ യാത്രയുടെ അന്ത്യത്തിൽ ഏത് സമയമായിരുന്നാൽ തന്നെയും ഇവിടെ കാണുന്നത് പോലെ കർത്താവിന് വേണ്ടി ഒരു യാഗമായി, എരിയുന്ന യാഗമായിട്ട് തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വസ്തയോടുകൂടെ, ധൈര്യത്തോടുകൂടെ, യാതൊന്നും ലജ്ജിക്കാതെ, എല്ലാം പുറകിൽ എറിഞ്ഞിട്ട് കർത്താവിന് വേണ്ടിയുള്ളതായ ജീവിതത്തിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ ഒരു ജീവിതം നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. അടുത്തതായിട്ട് ചാപ്റ്റർ 7 നമ്മൾക്ക് കടന്നു വരാം. ഇവിടെ എഴുതിയിരിക്കുന്ന യഹോവയുടെ പെട്ടകം എടുത്ത കുന്നിൻ്റെ മേൽ അമീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ദൈവത്തിന് സ്തോത്രം. 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരാത്ത പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കും എന്നുള്ളതായ ദൈവത്തിൽ നിന്നുള്ളതായ ആലോചന പറയുകയാണ്. അതുവരെയും ഒരു ഡാർക്ക് ഏജ് ആയിരുന്ന ഇസ്രായേലിൽ
ഇതാ ദൈവഭക്തനായ ശമൂവേൽ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്നും ദർശനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകളെ അറിയിക്കുകയും ദൈവിക ദർശനങ്ങളെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എന്താണ് കാണുന്നത്? ശമൂവേൽ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, പഠിപ്പിക്കുകയാണ്. അവൻ പറയുന്നത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ, ആ ഒരു കണ്ടീഷനിലാണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അന്യദൈവങ്ങൾ തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരാത്ത പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിയണം. ഇത് അന്യനാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ, കനാന്യ ദേശങ്ങളിലേക്ക് ഇവർ കടന്നു വന്നപ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൻ്റെ ആലോചന വിട്ടിട്ട് അവർ അവിടെയുള്ളതായ ദേശവാസികളുടെ ദേവന്മാരെയൊക്കെ കാണുക, സേവിക്കുക, അവിടെ നിന്നും വിവാഹങ്ങൾ നടത്തുക, അവരുടെ മക്കൾ കൊണ്ടിരുന്നായ അന്യദൈവങ്ങളെയൊക്കെ കാണുന്നു, ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ദേവനെ വെച്ചിരിക്കുന്നതായ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ വളരെ ഒരു ഡാർക്ക് സ്റ്റേജിലേക്കായിരിക്കുമ്പോൾ അവിടെ ഒരു റിന്യൂവൽ അവിടെ സംഭവിക്കുകയാണ്. ശമൂവേലിൻ്റെ സമയത്ത് ശമൂവേൽ ജനത്തെ വിളിച്ചു കൂട്ടി പറയുകയാണ്, നിങ്ങൾ അസ്തോരാത്ത പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യണം. രണ്ടും കൂടെ പറ്റുകയില്ല. ദൈവത്തെ ആരാധിക്കുക, അതോടൊപ്പം തന്നെ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ദൈവത്തിന് പ്രസാദമില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അങ്ങനെ മിസ്പയിലേക്ക് വിളിച്ചു കൂട്ടുന്നു. മിസ്പ എന്ന് പറയുന്നതായ സ്ഥലത്ത് ഒരു യാഗം കഴിക്കുന്നു. ഈ ഫെലിസ്ത്യരെല്ലാവരും അവിടെ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നു. എന്നാൽ ഈ മിസ്പയിൽ ഇസ്രായേൽ മക്കളൊക്കെ വന്നുകൂടി ഈ ശമൂവേൽ നടത്തിയ യാഗത്തിൻ്റെ ആ സ്ഥലത്ത് വെച്ച് ജനങ്ങളൊക്കെ ഒരു പുതിയ പ്രദർശനമെടുക്കുന്നു. ദൈവത്തെ മാത്രമേ ഇനി ഞങ്ങൾ സേവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 10-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. ഇതാ അടുത്ത ഒരു പ്രതികൂലം അടുത്തു വരികയാണ്. ശമൂവേൽ അവിടെ ന്യായാധിപനായിട്ട് ഉണ്ട്. അവൻ യാഗമൊക്കെ കഴിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ ഒരു റിന്യൂവലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിസ്പയിൽ വെച്ച്. അവിടെ ഈ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. ഫെലിസ്ത്യർ എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ തടഞ്ഞു നിർത്തുവാൻ, തടസ്സപ്പെടുത്തുവാൻ ശത്രു ഇങ്ങനെ മുന്നോട്ട് വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് അങ്ങനെയാണ് ഫെലിസ്ത്യർ അവരുടെ പടയ്ക്ക് അടുത്ത്. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിയർ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു എന്ന് നമുക്ക് കാണുന്നു. പിന്നെ ശമൂവേൽ 12-ാമത്തെ വാക്യം, ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഈ എബനേസർ എന്നുള്ള പേര് നിങ്ങൾക്ക് പരിചയം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശമൂവേലിൻ്റെ ജീവിതത്തിൽ ഒരു യാഗം നടത്തിയതായ സ്ഥലമാണ് ഈ മിസ്പ എന്ന് പറയുന്നത്. അവിടെ ഈ യാഗത്തെ മുടക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സമയത്ത് ശത്രു ഫെലിസ്ത്യരിവിടേക്ക് കടന്നു വരുന്നു. എന്നാൽ അവരുടെ കൈയുടെ മിടുക്ക് കൊണ്ടോ കൈയുടെ ബലം കൊണ്ടോ ആയുധ ബലം കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ഇതാ ദൈവം കൽപ്പിച്ചു, എൻ്റെ ജനം ഇവിടെ യാഗം കഴിക്കുമ്പോൾ, എന്നെ ആരാധിക്കുവാൻ വേണ്ടി ഒരു റിന്യൂവലോടുകൂടെ മുൻപോട്ട് പോകുമ്പോൾ ഈ ശത്രുവിനെ ഇതുവരോട് അടുക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ദൈവം പറഞ്ഞു ഇടിമുഴക്കത്തോട്, നിങ്ങൾ ഒരു ഇടിമുഴക്കം അവിടെ സംഭവിക്കുക അവരുടെ നേർക്ക്. ഇടിമുഴക്കമെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ, സാധാരണയുള്ള ഇടിമുഴക്കം കേട്ടാൽ തന്നെ നമ്മൾ ഭയപ്പെട്ടു പോകും. എന്നാൽ ദൈവം അയക്കുന്നതായ ഇടിമുഴക്കം എന്ന് പറയുമ്പോൾ അത്രമാത്രം പവർഫുള്ളാണ്. ഇന്നത്തെ മിസൈൽസ് ചെല്ലുന്നത് പോലെ വളരെ പവർഫുള്ളായിട്ടുള്ളതായ ഈ മേഘങ്ങൾ നമ്മൾ കൂട്ടിയിടിച്ച് തീയുണ്ടാക്കി അതിൻ്റെ മിന്നലുകളെയും ഇടികളെയും ഈ ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് അയച്ചപ്പോൾ ഫെലിസ്ത്യ പട്ടാളങ്ങൾ എല്ലാം പറന്നു പോയി അവിടുന്ന് ഓടിപ്പോകുന്നതായിട്ട്
ആണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈ പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതാണ്. ഈ ദൈവത്തിൻ്റെ ആ സാമീപ്യം അനുഭവിക്കുമ്പോൾ മലകളൊക്കെ തുള്ളിച്ചാടും എന്നിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ മലകൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഭൂമിയൊക്കെ ചാഞ്ചാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. മേഘങ്ങൾ ഒക്കെ അനുസരിക്കും, മഴ അത് അനുസരിക്കും, കടൽ അനുസരിക്കും. യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ കടലെ ശാന്തമാകാം, കാറ്റെ അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് അനുസരിക്കുന്നു. യേശുവിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക്, ഈ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുവാൻ പ്രകൃതി കടംപ്പെട്ടവരാണ്. അത് അനുസരിക്കും. പ്രകൃതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അന്ത്യ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത്, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് ഈ ദൈവം വിളിക്കുന്നത് ഈ ഭൂമിയെ വിളിക്കും സാക്ഷിയായിട്ട്. അപ്പോൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഈ ഈ നമ്മളുടെ വീടുകളുടെ ഭിത്തികൾ, ഉത്തരങ്ങൾ, ഈ ഭൂമിയിലുള്ളതായ കാടുകൾ, സമുദ്രം, ആകാശം, ഇതെല്ലാം വിറ്റ്നസ്സായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഒരു ജസ്റ്റിഫിക്കേഷനും പറയാതെ, നീതീകരണവും പറയാതെ ദൈവം അന്ന് ന്യായം വിധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ദൈവം മേഘങ്ങളോട് കൽപ്പിച്ചപ്പോൾ അത് കൂട്ടിയിടിച്ച് മിന്നലിനെ ഉണ്ടാക്കി, ഇടിമുഴക്കമുണ്ടാക്കി, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഫെലിസ്ത്യരെ തോറ്റോടിപ്പിക്കുകയും അവിടെ വിജയം ദൈവം നൽകി കൊടുക്കുകയും ചെയ്തു. ഇവിടെയാണ് യുദ്ധം യഹോവയ്ക്ക് ഉള്ളതാണ് എന്ന് ഉള്ളതിൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ താങ്ക്സ് ഗിവിംഗ് ആയിട്ടാണ് ഇവിടെ ശമൂവേൽ ഇവിടെ മിസ്പയ്ക്കും ശേനിനും മധ്യേ ഒരു കല്ല് നാട്ടിയിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പേര് ഇടുകയാണ്. യേബനേസർ എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ യഹോവ ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പോയിൻ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ നിന്നുകൊണ്ട് നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്, യഹോവ ഇത്രത്തോളം സഹായിച്ചു, യേബനേസർ എന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് 8ഉം 9ഉം അധ്യായങ്ങളിലേക്ക് നമ്മൾ വേഗം കടന്നു പോവുകയാണ്. അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഇസ്രായേൽ രാജ്യത്ത് ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ശമൂവേൽ ഒരു യുദ്ധം ചെയ്യുന്നതായ ഒരു യുദ്ധവീരനായിട്ട് അവിടെ നമുക്ക് കാണുന്നില്ല. ഈ ഇസ്രായേലിലെ മൂപ്പന്മാരെല്ലാവരും കൂടി വന്നിട്ട് ശമൂവേലിനോട് പറയുകയാണ്, ഇതാ ഈ ഫിലിസ്തീൻ രാജ്യങ്ങൾക്ക് ഒക്കെ അവർക്ക് രാജാവുണ്ടല്ലോ. മറ്റുള്ള രാജ്യങ്ങൾക്ക് എല്ലാവർക്കും രാജാവുണ്ട്, കുതിരകളുണ്ട്, പടയാളികളുണ്ട്, എപ്പോഴും അറ്റൻഡ് ചെയ്യുവാനായിട്ട് പടയാളികളുണ്ട്, രാജകൊട്ടാരമൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾക്കും ഒരു രാജാവിനെ വേണം. അപ്പോൾ ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്ത് പോകണമെങ്കിൽ എപ്പോഴും ഒരു രാജാവിനെ വേണം. അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണെങ്കിൽ മനുഷ്യ ബുദ്ധി അനുസരിച്ച് അതായിരിക്കും നല്ലത് എന്ന് ഇസ്രായേൽ മൂപ്പന്മാർ ശമൂവേലിനോട് പറയുകയാണ്. എന്നാൽ ശമൂവേലിന് ആ കാര്യം അത്ര ഇഷ്ടപ്പെട്ടില്ല. ശമൂവേൽ പറയുന്നതായ പല ഭാഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് ദൈവം തന്നെ നമ്മളുടെ രാജാവാണ്. അവനാണ് യുദ്ധം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ വിശ്വസ്തയോടുകൂടെ അവന് വേണ്ടി ജീവിച്ചാൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവൻ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ നമ്മുടെ രാജാവായിട്ട് മുൻപോട്ട് പോവുകയാണ് നല്ലത്. മാനുഷികമായ രീതിയിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ മറുവശം പല ദോഷവശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ശമൂവേൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കുന്നു. ഈ ജാതികളുടെ രാജാവെന്ന് പറയുന്നത് അവരെപ്പോലെയുള്ള ഒരു രാജാവിനെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ മക്കളെയൊക്കെ അടിമകളാക്കിക്കൊണ്ട് അവൻ്റെ കൊട്ടാരത്തിൽ അവർ പാർക്കേണ്ടതായിട്ട് വരും. അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും കിട്ടത്തില്ല. നിങ്ങൾ വെക്കുന്നതായ ഈ ധാന്യങ്ങളും കാര്യങ്ങളെല്ലാം രാജാവിന് നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗം കൊടുക്കണം. ഒരു വിധത്തിൽ നിങ്ങൾ അടിമകളാണ്. നിങ്ങളുടെ ആൺമക്കളെയും പെൺകുട്ടികളെയും ഒക്കെ അവൻ പറയുന്നതായ സമയത്ത് ആ രാജാവിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഒരു രീതിയിൽ രാജഭരണം വളരെ മോശമാണ്, നമ്മൾക്ക് ദോഷം
ചെയ്യും? നമ്മൾക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്നതിനുള്ളതായ കാര്യങ്ങളും നേരെ പോയെന്ന് വരികയില്ല എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ശമൂവേൽ ഈ ഇസ്രായേൽ മൂപ്പന്മാരോട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നാൽ അവർ സമ്മതിക്കുന്നില്ല. വീണ്ടും ശമൂവേൽ പറഞ്ഞു, ഞാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് ഇതാ ശമൂവേൽ കടന്നു വരുന്നു. ഇവരുടെ കാര്യം ദൈവസന്നിധിയിൽ വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഇസ്രായേൽ മൂപ്പന്മാർ ഇങ്ങനെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജാവിനെ ചോദിക്കുന്നു. അത് എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ അവരുടെ ആലോചന അംഗീകരിച്ചു കൊടുക്കുക. അവർ പറയുന്ന പോലെ ഒരു രാജാവിനെ കൊടുക്കുക. അവർക്ക് ഒരു ആഗ്രഹമല്ലേ, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവം ഒരു രാജാവിനെ ആദ്യമായിട്ട് ഇസ്രായേൽ രാജ്യത്തിന് കൊടുക്കുന്നതായ ചരിത്രമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ കഴിഞ്ഞകാല ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഈ കനാൻ ദേശത്തേക്ക് യോശുവയുടെ നേതൃത്വത്തിൽ കടന്നു വന്നു. മറ്റ് രാജ്യങ്ങൾക്കെല്ലാം രാജാക്കന്മാരുണ്ട്. എന്നാൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതായ ഒരു കൂട്ടമായിട്ട്, ദൈവത്തിൻ്റെ ജനമായിട്ട് അവർ കനാൻ ദേശത്ത് ഒരു ജാതിയായി ഇങ്ങനെ ഇസ്രായേലായിട്ട് വളർന്നു വരികയാണ്. അവർക്ക് ലീഡ് ചെയ്യുവാൻ വേണ്ടി ദൈവം ഓരോ ന്യായാധിപന്മാരെ ഏൽപ്പിച്ചതായ ന്യായാധിപന്മാരുടെ കാലമെന്ന് പറയുമ്പോൾ യോശുവയുടെ സമയം മുതൽ അതിന് ശേഷമായിട്ട് ഒത്നിയേൽ കടന്നു വരുന്നു. ഒത്നിയേൽ ഒരു ന്യായാധിപനായിട്ട് അവിടെ ഒരു സ്ഥാനമെടുക്കുകയും രാജ്യങ്ങളെ കീഴടക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷമായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് ഏലി എന്ന് പറയുന്നതായ പുരോഹിതനും അതിനുശേഷമായിട്ട് ശമൂവേലും ഇസ്രായേലിൻ്റെ ന്യായാധിപനായിട്ട് സേവനം ചെയ്യുന്നു. അതിനുശേഷം ആണ് ഇസ്രായേലിന് ഒരു രാജാവിനെ വാഴിക്കുന്ന ആദ്യത്തെ ഒരു പ്രധാനമായിട്ടുള്ളതായ കാര്യം അത് നിർവഹിക്കുന്നത് ഈ പ്രവാചകനായിരുന്ന അല്ലെങ്കിൽ ന്യായാധിപനായിരുന്നതായ ശമൂവേലിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇവിടെ 9-ാമത്തെ അധ്യായം 1 ശമൂവേൽ 1-ാമത്തെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ഈ രാജാവിനെ എങ്ങനെയാണ് നിയമിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അബീഹിൻ്റെ മകനായ ബെഖെറോത്തിൻ്റെ മകനായ സെറോറിൻ്റെ മകനായ അബിയേലിൻ്റെ മകനായിരുന്നു. അവൻ ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വവും ഉള്ള ഒരു മകന് ഉണ്ടായിരുന്നു. അവന് ശൗൽ എന്ന പേരോടെ, ആ ശൗലിൻ്റെ പ്രത്യേകതകളാണ്, അവൻ യൗവനക്കാനായിരുന്നു, കോമളത്വമുള്ളവനായിരുന്നു. അങ്ങനെ ആയിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാളും കോവളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ രാജാവായിട്ട് ഇസ്രായേലിന് ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്തതായ ഒരു മനുഷ്യനാണ് ഈ ശൗൽ എന്ന് പറയുന്നത്. ദൈവം കൊടുത്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിലേക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോമളത്വം ഉള്ളവൻ, വളരെ കുടുംബ ശ്രേഷ്ഠതയുള്ളവൻ ഒക്കെയാണ് അവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവൻ്റെ ചില കുടുംബ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾക്ക് വായിക്കാൻ തന്നെ പ്രയാസമുള്ളതായ വാക്കുകളാണ്. ബെന്യാമീൻ ഗോത്രത്തിൽ തുടങ്ങി കീശ് ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ഇസ്രായേൽ ചരിത്രത്തിൽ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് മത്തായി തെളിയിക്കുവാൻ വേണ്ടിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഓരോ രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും അവരുടെ പാരമ്പര്യം അവർ നോക്കാറുണ്ട്. 1-2 കുലങ്ങൾ പുറകോട്ട് പോയി അവർ നോക്കാറുണ്ട്. രാജകുടുംബങ്ങളെ നോക്കും, ഓരോ കുലങ്ങളെ നോക്കും. അങ്ങനെയാണ് ഈ നല്ല ഒരു കുടുംബത്തിൽ, ധനികനായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമുള്ള ആരോഗ്യമുള്ളതായ ഒരുത്തിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഈ കീശ് എന്ന് പറയുന്നതായ ധനികനായ മനുഷ്യൻ്റെ കുടുംബത്തിൽ ഇതാ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. എന്താണ് ആ സംഭവം? അവൻ്റെ കഴുതുകളെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാ ഈ ശൗൽ എന്ന് പറയുന്നതായ മകനെ അവൻ്റെ
കൂട്ടുകാരെയും കൂട്ടി അല്ലെങ്കിൽ ഭൃത്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ കഴുതയെ അന്വേഷിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുൻപോട്ട് പോവുകയാണ്. അന്നത്തെ കാലത്ത് കഴുത എന്ന് പറയുന്നത് വളരെ സമ്പത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെ യാത്ര ചെയ്യുവാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന മൃഗമാണല്ലോ കഴുത എന്ന് പറയുന്നത്. അപ്പോൾ ആ കഴുതകളെ നഷ്ടപ്പെട്ടപ്പോൾ അതിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ശൗൽ വീട് വിട്ട് ഇറങ്ങുകയാണ് ഭൃത്യന്മാരോടുകൂടെ. യാത്ര ചെയ്തിട്ട് ദിവസങ്ങളായിട്ടും അവരെ കണ്ടുപിടിക്കുന്നില്ല. എന്നാൽ ഒടുവിൽ അവൻ ചെന്നെത്തുന്നത് ഈ ശമൂവേൽ പ്രവാചകൻ്റെ വീട്ടിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ നടത്തിപ്പുണ്ടായിരുന്നു. ദൈവം അവരെ അതിലേക്ക് നടത്തിയിട്ട് അവർ ഈ ശമൂവേലിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശമൂവേലിൻ്റെ അടുക്കൽ എത്തി. ദർശകൻ്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചു. ശമൂവേൽ ശൗലിനോട്, ദർശകൻ ഞാൻ തന്നെ, എൻ്റെ കൂടെ പൂജാഗിരിക്ക് പോരുവിൻ. നിങ്ങൾ ഇന്ന് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കണം. നാളെ ഞാൻ നിന്നെ യാത്രയയക്കാം. നിൻ്റെ ഹൃദയത്തിൽ ഉള്ളതൊക്കെയും പറഞ്ഞു തരാം. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിൻ്റെ മേലും നിൻ്റെ സർവ പിതൃഭവനത്തിൻ്റെ മേലും അല്ലയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ ചെയ്യുകയാണ് ഈ ശമൂവേൽ പ്രവാചകൻ അവിടെ ഈ ശൗലിനോട്. ശൗലിന് യാതൊരു പിടിയും കിട്ടുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഈ ശമൂവേൽ ശൗലിനെ ക്ഷണിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്നത് അവിടെ ഒരു യാഗം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ ശൗലിനെ ക്ഷണിക്കുന്നു. 22-ാമത്തെ വാക്യം. പിന്നെ ശമൂവേൽ ശൗലിനെയും അവൻ്റെ ഭൃത്യനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുവന്നു. ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥാനം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേരുണ്ടായിരുന്നു. ശമൂവേൽ വെപ്പുകാരനോട്, നിൻ്റെ പക്കൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. വെപ്പുകാരൻ കൈക്കുറങ്ങും അതിൻ്റെ മേൽ ഉള്ളതും കൊണ്ടുവന്ന് ശൗലിൻ്റെ മുമ്പിൽ വെച്ചു. എന്നിട്ട് അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശൗൽ പറയുകയാണ്, ശമൂവേൽ ശൗലിനോട് പറയുന്നതായ ഒരു വാക്യമാണ് ഇത്. 24-ാമത്തെ വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. ഇതാ തിന്നുകൊള്ളുക, നിനക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതാ തിന്നുകൊള്ളുക. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ശൗലിന് വേണ്ടി, ഫ്യൂച്ചർ രാജാവാകുവാൻ പോകുന്നതിന് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായ ഒരു സാധനമുണ്ട്. കൈക്കുറങ്ങുകൾ ഒക്കെ സൂക്ഷിച്ച് അവന് വേണ്ടി വെച്ചിരിക്കുകയാണ്. നിനക്കായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതാ തിന്നുകൊള്ളുക. ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോട് കൂടെ ഭക്ഷണം കഴിച്ചു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ശമൂവേലും ശൗലും ഒക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷമായിട്ട് അവൻ്റെ കൂടെ ഭൃത്യന്മാർ ഉണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഭൃത്യൻ മുൻപേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ഇങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം ഈ ശമൂവേൽ അവനോടൊരു പ്രത്യേകമായ രീതിയിലാണ് ഇടപെടുന്നത്. നിന്നോട് കൂടെയുള്ള ശൗലിനോട് പറയുകയാണ്, നിന്നോട് കൂടെയുള്ളതായ ഭൃത്യന്മാരുണ്ടല്ലോ, അവർക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്ലാനിനെക്കുറിച്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഇതിൻ്റെ ഭൃത്യന്മാരോട് മുൻപേ അങ്ങോട്ട് നടന്നോളാൻ പറയുക. നീ ഒരല്പസമയം ഇവിടെ നിൽക്ക. ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്ക് നിന്നോട് പറയുവാനായിട്ടുണ്ട് എന്നുള്ളതായ ആ ശബ്ദം ഇതാ ശൗലിനെ അറിയിക്കുകയാണ്. അങ്ങനെ അവൻ അനുസരിക്കും. 10-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീൻ്റെ അതിരിങ്കിലെ സെൽഹിയിൽ റാഹേലിൻ്റെ കല്ലറയിൽ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെയും കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യത്തെ രാജാവായ ശൗലിനെ ശമൂവേൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ശമൂവേലിൻ്റെ അടുക്കലേക്ക് ദൈവം അയക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ അവനെ അറിയിക്കുന്നു, അവനെ സ്വീകരിക്കുന്നു. പ്രധാന സ്ഥാനം ഉത്സവത്തിന് കൊടുത്ത് അവനെ ബഹുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷമായിട്ട് രാവിലെ എഴുന്നേൽച്ച് പോകുമ്പോൾ പറയുകയാണ്, നീ അല്പസമയം എൻ്റെ കൂടെ നിൽക്കണം. ദൈവത്തിൻ്റെ ആലോചന നിന്നോട് എനിക്ക് അറിയിക്കുവാനായിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ഇവൻ്റാണ്, പ്രത്യേക സംഭവമാണ്. അതുകൊണ്ട് നീ രാവിലെ എഴുന്നേറ്റ് ഇവിടേക്ക് വരുമ്പോൾ ശമൂവേൽ പറയുകയാണ്, നിൻ്റെ കൂടെയുള്ള ഭൃത്യന്മാർ മുൻപോട്ട് പോകുവാനായിട്ട് പറയുക, നീ അല്പം നിൽക്കുക, ദൈവത്തിൻ്റെ ആലോചന എനിക്ക് പറയുവാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലരും കൂടെ ആണ് യാത്ര ചെയ്യുന്നത്. പലപ്പോഴും ഒന്നിച്ചുള്ളതായ യാത്ര നമ്മളുടെ കൂട്ടുകാരുടെയും ഭൃത്യന്മാരുടെയും ആലോചനക്കാരുടെയും മധ്യത്തിൽ വെച്ച് നമ്മൾക്ക് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കാനായിട്ട് സാധ്യമാകയില്ല. ദൈവത്തിൻ്റെ ആലോചന നമ്മൾ പ്രാപിക്കണം എങ്കിൽ അല്പസമയം തനിയെ ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടതായ അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ തനിയെ ആയിരിക്കുന്നു. എല്ലാം പ്രതികൂലം. എന്നാൽ അവിടെയാണ് ദൈവത്തിൻ്റെ ശബ്ദം അവൻ കേൾക്കുവാനായിട്ട് സാധിച്ചത്, ദൈവത്തിൻ്റെ ദർശനം അവന് കാണുവാനായിട്ട് സാധിച്ചത്. യെഹെസ്കേൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ കേബാർ നദീതീരത്ത് അവൻ തനിയെ ഇരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു, സ്വർഗീയ ദർശനങ്ങളെ അവൻ കാണുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ സ്വർഗീയ ദർശനങ്ങളെ അവൻ കാണുന്നു, സ്വർഗം തുറന്ന് ആയിട്ട് നമ്മൾക്ക് കാണുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിലും അവൻ തനിയെ ആയിരിക്കുമ്പോൾ ഇതാ വെളിയിലേക്ക് ദൈവം ഇറക്കിക്കൊണ്ട് പോയിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽ തീരത്തുള്ളതായ മണലിനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇതിനെയൊക്കെ എണ്ണാനായിട്ട് നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് നിൻ്റെ സന്തതി ഇതുപോലെയാകുമെന്ന് പറഞ്ഞ് ദൈവശബ്ദം അവനെ കേൾപ്പിച്ച് ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ ശമൂവേലിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നിൻ്റെ ഭൃത്യന്മാരെയൊക്കെ മുൻപോട്ട് വിട്ടിട്ട് നീ തനിയെ ചില നിമിഷങ്ങൾ എന്നോടുകൂടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ശബ്ദം ഉള്ളതുപോലെ നീ കേൾക്കണം. നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അത് ഏറ്റെടുക്കുമെങ്കിൽ ദൈവത്തിനോട് വലിയ പ്രവർത്തിപ്പാനായിട്ട് നിനക്ക് സാധിക്കുമെന്നാണ് ആ വാക്കുകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവൻ തനിയെ നിന്നപ്പോൾ ശമൂവേൽ എന്താണ് ചെയ്തത്? ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്, ആരും മനസ്സിൽ കണ്ടിട്ടില്ലാത്തത്, ആരും ചിന്തിക്കാത്തത്, ദൈവത്തിൻ്റെ ആ ഉയർന്ന ആലോചന, നമ്മൾക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിൻ്റെ ഉയർന്ന ആ വിചാരം പോലെ ഇതാ ശമൂവേലിൻ്റെ മേൽ ആ ഉയർന്ന നിയോഗം ശമൂവേൽ ഇവിടെ ചെയ്യുകയാണ്. 10-ാമത്തെ വാക്യം 10-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമ്മളുടെ ഈ പാഠം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുന്നതായ ഒരു കാര്യം 10-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്തു, അവൻ്റെ തലയിൽ ഒഴിച്ചു, അവനെ ചുംബിച്ച് പറഞ്ഞത്. അഭിഷേകം ചെയ്തിട്ട് തലയിൽ ഒഴിച്ചിട്ട് അഭിഷേക തൈലമെടുത്ത് ഒഴിച്ചിട്ട് അഭിഷേകം ചെയ്തിട്ട് ചുംബിച്ച് പറയുകയാണ്, യഹോവ തൻ്റെ അവകാശത്തിനായിട്ട് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാ മാനുഷികമായ കൈകൾ കൊണ്ട് ശമൂവേൽ അവനെ തൈലക്കൊമ്പിൽ നിന്നുള്ളതായ അഭിഷേക തൈലം അവൻ്റെ തലയിലേക്ക് ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തെങ്കിൽ തന്നെയും അവിടെ യാതൊരുവിധമായ ക്രെഡിറ്റും എടുക്കാതെ ഇതാ ഈ ശമൂവേൽ പറയുകയാണ്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയ്ക്കു വേണ്ടി ഞാൻ ഒരു ശബ്ദമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. യഹോവയുടെ ഒരു പാത്രമായിട്ട് ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ. യഹോവയാണ് നിന്നെ അഭിഷേകം ചെയ്യുന്നത്. യഹോവ നിന്നെ ജനത്തിൻ്റെ പ്രഭുവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്
എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി അവനൊരു ശുശ്രൂഷ ചെയ്യുന്നു. ഒരു ക്രെഡിറ്റും അവൻ്റെ ജീവിതത്തിൽ അവൻ എടുക്കുന്നില്ല. ഇതാ ഒരു മനുഷ്യനെ വലിയവനാക്കി തീർക്കുവാൻ വേണ്ടി യഹോവ തൻ്റെ ദാസനായ ശമൂവേലിനെ ഉപയോഗിക്കുന്നു. ഇസ്രായേലിൽ ഒരു പുതിയ രാജഭരണം ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതായ ന്യായാധിപന്മാരുടെ പുസ്തകവും ന്യായപാലകന്മാരുടെ കാലവും ഈ രാജാവിൻ്റെ സമയത്തോടുകൂടെ ഓൾമോസ്റ്റ് തീരുന്നതായിട്ട് കാണുന്നു. ശമൂവേലാണ് ഒടുവിലത്തെ ന്യായപാലകൻ എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ളതായ ചരിത്രങ്ങളൊക്കെ, രാജാക്കന്മാരുടെ ചരിത്രമുണ്ട്. അതൊക്കെ നമ്മൾക്ക് വളരെ വേഗം പഠിച്ചു പോകണം. ഈ പുസ്തകങ്ങളൊക്കെ അതിൻ്റെ ക്രമമായ രീതിയിൽ പഠിച്ചു പോകുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഉദ്ദേശം. നമ്മളുടെ ഈ പഠനങ്ങളൊക്കെ നമ്മളുടെ യുവതലമുറകൾക്കൊക്കെ, മലയാളം അറിയാവുന്നവർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ അവർക്ക് വേദവസ്ഥയെക്കുറിച്ചുള്ളതായ ജ്ഞാനം കിട്ടുന്നതിനും ക്രമമായിട്ട് പഠിക്കുന്നതിനൊക്കെ ഇടയായിത്തീരും. അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെസൺസ് വരുമ്പോൾ അത് നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കാണാം അടുത്ത ആഴ്ചയിൽ. ശമൂവേലിൻ്റെ പുസ്തകം നമുക്ക് തുടർന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.